എൻ്റെ പണി പാളിയുണ്ട് അവനെ, പണി പാളിയുണ്ട്. ഇടി വിടണു. തിരിച്ചു പോകാൻ പറ്റുമോ? പുഴയിലാണെങ്കിൽ വേഗം കിട്ടും ഇടി. കൂടുവോ? ഇടി വെട്ടണ്ടല്ലോ, ഇനി വെട്ടുവോ? ആകാശത്താണെങ്കിൽ ഒരു പരുന്ത് വട്ടം കൊണ്ട് പറക്കേണ്ടത്. ഞങ്ങളെ ഇത്തിരി കൺഫ്യൂസ്ഡാണ്. കാരണം കാറ്റ് പ്രതീക്ഷ തന്നെ, പക്ഷേ ഇടിമിന്നണ്. ഇടിമിന്നൽ എല്ലാവർക്കും പേടിയാണ്, എനിക്കും പേടിയാണ്, അവനും പേടിയാണ്. കാരണം പുഴയിലാകുമ്പോൾ ഡയറക്റ്റ് കിട്ടും. ഞങ്ങളപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് നോക്കണ്ട്, ഇടി വെട്ടയാണ് അല്ലെങ്കിൽ ഇടി മിന്നയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും. അതേസമയം മഴയും കാറ്റും മാത്രം ഉള്ളെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിൽ കുളിക്കും. റിസ്ക് എടുക്കണത് നോക്കിയെടുക്കണമല്ലോ. റിസ്ക് എടുക്കാണ്ടൊന്നും കിട്ടില്ല. പക്ഷേ ഇത് ഇപ്പം പ്രകൃതിയോട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ് പ്രകൃതി നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. സോ ഇത് കണ്ട് ഇടി വെട്ടുണ്ട്. കൂടുവോ? ഇടി ഇനിയും മെറ്റണി നമുക്ക് തിരിക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. പുറകിലൊക്കെ ഇടി വെട്ടുക, ഭയങ്കര ഇടി വെട്ടാ. ഞങ്ങൾ ഏറെക്കുറെ പുഴയുടെ നടുക്കായി. കണ്ടോ, എനിക്ക് ചുറ്റും പുഴയാ. അതായത് ആ മഴ, ഇതിവിടെ മഴക്കാർ വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് നോക്കിയ കിഴക്ക്, അത് മഴ പെയ്തിട്ടാണ്. നമുക്ക് അവിടെ ഒരു മലയുണ്ട്, അത് കാണാറുണ്ട് വന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത. സാധനം കാണിച്ചു തരാം. മഴ കിഴക്കുന്ന് പെയ്തിറങ്ങിയതേ വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു. ദേ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. വാവ്, പടിഞ്ഞാറോട്ട് ആ മഴ പയ്യെ പോയിക്കൊണ്ടിരിക്കണു കിഴക്കുന്ന്. അതായത് എനിക്ക് കാണാൻ പുറകിൽ നിന്ന് വന്നതാ. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്തിറങ്ങണത് കണ്ടാ, അതെ അവിടെ